ഒരു നിയമം അമെന്റ്മെന്റ് വരുന്നിടം വരെ, അതായത് ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂൾസ് 1966 വിൽപത്രത്തിൽ പറയുന്ന പ്രോപ്പർട്ടിയുടെ പോക്കുവരവിനെ പറ്റി മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് അത് അമെന്റ് ചെയ്ത് വരുന്നിടം വരെയും ഈ നിർദ്ദേശങ്ങൾ തന്നെയായിരിക്കും പാലിക്കുന്നത്. എന്തൊക്കെയാണ് 12 നിർദ്ദേശങ്ങൾ എന്ന് ചുരുക്കത്തിലൊന്ന് പറഞ്ഞു പോകാം. ഒന്ന്, അതിന് മുമ്പ് ഞാൻ പറയട്ടെ, എന്റെ വിൽപത്രത്തിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, നേരത്തെ ചെയ്ത വീഡിയോ ആണ്, ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അതിലുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർക്ക് അത് നോക്കാം. ഒന്ന്, ആരാണോ വിൽപത്രം എഴുതി വെച്ചത് അവരെ ടെസ്റ്റേറ്റർ എന്നാണല്ലോ പറയുന്നത്. ടെസ്റ്റേറ്റർ മരിച്ചു പോയി കഴിയുമ്പോൾ ലിഗാറ്റി, അതിൽ പറയുന്ന ഒരാള്, ലീഗൽ, അതിനകത്ത് നിയമപരമായിട്ട് അവകാശം വിൽപത്രത്തിൽ എഴുതിയിട്ടുള്ള ആള് തീർച്ചയായും വില്ലേജ് ഓഫീസറിനെ അല്ലെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥനെ സമീപിച്ചു ഈ പറയുന്ന പ്രോപ്പർട്ടി എനിക്ക് പോക്കുവരവ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് സമീപിക്കുമല്ലോ. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ആ ആപ്ലിക്കന്റ് എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കണം? വിൽപത്രത്തിന്റെ കോപ്പി, സർട്ടിഫൈഡ് കോപ്പി കൊടുക്കാൻ ശ്രദ്ധിക്കുക. സർട്ടിഫൈഡ് കോപ്പി വേണം. ഇപ്പോൾ വിൽപത്രത്തിന്റെ കോപ്പി, അതും സർട്ടിഫൈഡ് കോപ്പി. അതിനോടൊപ്പം ഡെത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് ദ ടെസ്റ്റേറ്റർ, അതായത് മരിച്ചയാളുടെ മരണ സർട്ടിഫിക്കറ്റ്. അതിന്റെ കൂടെ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആയിട്ട് കൊടുക്കണം, മസ്റ്റ് ആയിട്ട് കൊടുക്കണം. ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ്, ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ലീഗൽ ഹെയർസിന്റെ നെയിം ആൻഡ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു അഫിഡവിറ്റ് ഹാജരാക്കണം. ഇത്രയും നിർബന്ധമായും ചെയ്തിരിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, വില്ലേജ് ഓഫീസറിന് ഇത് കിട്ടുകയാണ്, ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ നിയമപരമായിട്ടുള്ള അവകാശികളെ പറ്റി ഒരു എൻക്വയറി നടത്തിയിട്ട് ഈ നിയമപരമായിട്ടുള്ള അവകാശികൾക്കെല്ലാം ഒരു നോട്ടീസ് അയക്കും വില്ലേജ് ഓഫീസർ. അതായത് റവന്യൂ, ആരാണോ റവന്യൂ ഓഫീസർ, അവർ ഒരു നോട്ടീസ് അയക്കും. എനിക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, ഈ പറയുന്ന ആൾക്ക് ഞാൻ ഈ ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി, അതായത് പോക്കുവരവിന്റെ അതർ നെയിമാണ് ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി അല്ലെങ്കിൽ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്, അത് ചെയ്തു കൊടുക്കാൻ പോവുകയാണ്. 30 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ പരാതിയുമായി വരണം, പരാതി ബോധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസ് അയക്കും. ഇനി മൂന്നാമത്തെ കാര്യം, ഇങ്ങനെ ഒരു നോട്ടീസ്, എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടീസ് കൺസേൺഡ് ആയിട്ടുള്ള ഗവൺമെന്റ് സ്ഥാപനത്തിൽ, താലൂക്ക് ഓഫീസ് ആണെങ്കിലും വില്ലേജ് ഓഫീസ് ആണെങ്കിലും കൺസേൺഡ് ആയിട്ടുള്ള ഗവൺമെന്റ് സ്ഥാപനത്തിൽ ഫിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും, അതായത് 30 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ഒരു പരാതി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ആ പരാതി, എന്തെങ്കിലും ഒരു പരാതി ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് റവന്യൂ ഉദ്യോഗസ്ഥനെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസ് ആയിരിക്കും അവിടെ ഫിക്സ് ചെയ്യുന്നത്. നാലാമത്തെ കാര്യം, ഇങ്ങനെ ഒരു നോട്ടീസ്